നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ റിട്ടയർഡ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ എസ് പ്രേംകുമാർ. ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ആപത്കാലീന സ്ഥിതിഗതികൾ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ്. അതായത് എമർജൻസി ഹാൻഡിലിംഗ്. എയർഫോഴ്സിലും ഇല്ലെങ്കിൽ മിലിറ്ററി ഏവിയേഷനിലും ജനറലായി ഇതിന് എപ്പോഴും ഒരു പ്രൊസീജിയേഴ്സും കാര്യങ്ങളും എല്ലാം എഴുതി വെച്ചിട്ടുണ്ടാവും. ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഒരു പൈലറ്റ് പോകുമ്പോൾ അയാളുടെ ഇടത്തെ തുടയിലെ ഓവറോളിൻ്റെ മേളിൽ കുറഞ്ഞതൊരു 10-15 എമർജൻസി എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പുള്ളിക്ക് എപ്പോൾ വേണമെങ്കിലും ഏത് എമർജൻസി വന്നാലും ഹാൻഡിൽ ചെയ്യാൻ പുള്ളിയെ അഥവാ ഓർക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ചെയ്യാൻ പ്രാപ്തനാക്കുന്ന രീതിയിൽ നോട്ട് എപ്പോഴും കയ്യിലുണ്ടാവും. അപ്പോൾ ഞങ്ങൾ താഴെ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ എന്തെങ്കിലും എമർജൻസി വന്നാൽ ഫയർ, അപകടങ്ങൾ അതൊക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള ഇതുമുണ്ട്. ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത് 2 സംഭവങ്ങളാണ്. ഒന്ന്, ഒരു പൈലറ്റ് ഒരു സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ അദ്ദേഹത്തിന് പ്ലെയിൻ നിലത്തിറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ള സിറ്റുവേഷൻ വന്നാൽ പുള്ളി പ്ലെയിനിൽ നിന്ന് ഇജക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പ്ലെയിൻ രക്ഷിക്കാനാവില്ല, അദ്ദേഹത്തിന് രക്ഷപ്പെടുകയും വേണം. നമ്മൾ നോർമൽ പ്ലെയിൻ പോലെ വാതിലൊന്നുമില്ലല്ലോ. അപ്പം ഇരിക്കുന്ന പ്ലെയിനിൽ കയറുന്നത് തന്നെ ആൾ മേളിൽ കൂടെ അകത്ത് കയറി ഇരുന്നിട്ട് കനോപ്പി ക്ലോസ് ചെയ്യാണ്. ഇതിനകത്തുനിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പുള്ളിക്ക് റിജക്ഷൻ സിസ്റ്റം ഉണ്ട്. അത് ലോകത്തിലെ പ്രധാന മാനുഫാക്ചറായിരുന്ന മാർട്ടിൻ ബേക്കർ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ലോകമെമ്പാടും സപ്ലൈ ചെയ്യുന്നത്. റഷ്യൻ എയർക്രാഫ്റ്റ്സിന് അവരുടേതായതുണ്ട്, പക്ഷേ വെസ്റ്റേൺ എയർക്രാഫ്റ്റ്സിനെല്ലാം മാർട്ടിൻ ബേക്കറാണ്. അവരതപ്പം ഓപ്പറേറ്റ് ചെയ്യും. അന്നേരം പൈലറ്റ് കനോപ്പി ആദ്യം തെറിച്ച് വെളിയിൽ പോവുകയും അദ്ദേഹം പിന്നെ ചെയറോടുകൂടി വെളിയിൽ പോവുകയും പിന്നെ ചെയർ അയാളുടെ ദേഹത്ത് നിന്ന് സെപ്പറേറ്റ് ചെയ്യും. പിന്നെ പാരച്യൂട്ടിൻ്റെ ഡ്രോപ്പ് ഷൂട്ട് ഓപ്പൺ ചെയ്യും. പിന്നെ മെയിൻ പാരച്യൂട്ട് ഓപ്പൺ ചെയ്യും. അദ്ദേഹം ലാൻഡ് ചെയ്യും. ഞാൻ വിസ്തരിക്കുന്ന ഈ സംഭവത്തിൽ അദ്ദേഹം ലാൻഡ് ചെയ്തെങ്കിലും ഹൈറ്റിൻ്റെ കുറവ് കൊണ്ടോ മറ്റോ അദ്ദേഹത്തിന് സാരമായ പരിക്ക് പറ്റുകയുണ്ടായി. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അപ്പോഴത്തേക്ക് ഇജക്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ATC എല്ലാവരെയും അലർട്ട് ചെയ്തു. എല്ലാവരും പെട്ടെന്ന് സംഭവ സ്ഥലത്തെത്തി. 10-15 കിലോമീറ്റർ ദൂരെ മാറിയാണെങ്കിലും പെട്ടെന്ന് ആളുകൾ എത്തി അദ്ദേഹത്തിന് അറ്റൻഡ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ അറ്റൻഡ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ മനസ്സിലായത് ആംബുലൻസിൽ ഓക്സിജൻ കൊണ്ടുവന്നിരുന്നു. ഓക്സിജൻ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഡോക്ടർ വന്നു. ഡോക്ടർ പറഞ്ഞു നമുക്ക് ഓക്സിജൻ പെട്ടെന്ന് കൊടുക്കണമെന്ന് പറഞ്ഞു. ഓക്സിജൻ കൊടുക്കാൻ വേണ്ടി എല്ലാം കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓക്സിജൻ സിലിണ്ടർ ഓപ്പൺ ചെയ്യാനുള്ള സ്പാനർ ഇല്ലായിരുന്നു. അതൊരു വലിയ സംഭവമായി. അങ്ങനെ അത് അദ്ദേഹത്തിൻ്റെ അന്ത്യത്തിന് കാരണമായി. അതൊരു സംഭവമാണ്. രണ്ടാമത് നടന്ന സംഭവം, ഒരു പ്ലെയിൻ എയർഫീൽഡിൽ തന്നെ നേരെ തലകീഴായി മറിഞ്ഞു. അതായത് ഒരു ആമ തിരിച്ചു മറിഞ്ഞാൽ ആമയ്ക്ക് തിരിച്ച് വരാനുള്ള ബുദ്ധിമുട്ട് മനസ്സിലാകുമല്ലോ. അതേപോലെ പ്ലെയിൻ 3 വീല് മേളിലോട്ടും ബോഡി ഡോർസൽ സൈഡ്, അതായത് മീനിൻ്റെ ഡോർസൽ സൈഡ് എന്ന് പറഞ്ഞാൽ മേള് ഭാഗം, അത് അടിയിലുമായി ഒരു ടാർമാക്കിൽ തന്നെ അത് കിടന്നുപോയി. അവസാനം ഇദ്ദേഹത്തെ എടുക്കാനൊരു നിവൃത്തിയില്ല. കാരണം അങ്ങനെ 10-15 പേര് ചേർന്ന് പൊക്കിയാൽ പൊങ്ങുന്ന സാധനമല്ലല്ലോ പ്ലെയിൻ. 10-15 ടണ്ണുണ്ട്. അദ്ദേഹത്തെ അപ്പം വെട്ടിപ്പൊളിച്ചപ്പോൾ പുറത്തെടുക്കണം. ഇല്ലെങ്കിൽ വെട്ടിപ്പൊളിച്ചാലും അത് പുറത്തു വരുമെന്ന് ഉറപ്പില്ല. അപ്പോൾ അപ്പോഴത്തേക്ക് പുക കയറി കോക്പിറ്റിൽ. അദ്ദേഹം ഇവർ വെട്ടിപ്പൊളിച്ചൊക്കെ എടുത്തപ്പോഴേക്കും പുള്ളിക്ക് ഈ ശ്വാസതടസ്സവും പുക ശ്വസിച്ചുമൊക്കെ പുള്ളിക്ക് ഫേറ്റലായ ഒരു അന്ത്യം ഉണ്ടാകുകയും ചെയ്തു. ഈ 2 സംഭവങ്ങളിൽ നിന്ന് ഞാൻ എപ്പോഴും നിങ്ങളോടിപ്പോൾ വിശദീകരിക്കാൻ പോകുന്നത് നമ്മളൊരു ആപത്കാല സിറ്റുവേഷനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നുള്ളതാണ്. ഇപ്പം നമ്മൾ നോർമൽ കേസിൽ നമ്മൾക്കൊരു കാറിൽ പോവുകയാണെങ്കിൽ നമ്മൾ നോർമൽ മനുഷ്യൻ്റെ ചിന്താഗതി എന്ന് പറയുന്നത് എനിക്ക് ആപത്തൊന്നും വരില്ല, അത് ഇന്നാർക്കുണ്ടായതാണ്, അത് മറ്റവർക്കുണ്ടായതാണ്, എനിക്ക് വരില്ല എന്നുള്ളൊരു ചിന്താഗതിയാണ് എല്ലാ ആപത്കാല സിറ്റുവേഷനെ കുറിച്ചും നമ്മുടെ ഒരു വിലയിരുത്തൽ. അങ്ങനെയല്ല, ആർക്കും എപ്പോഴും വേണേലും സിറ്റുവേഷനുകൾ ഉണ്ടാകാം. അന്നേരം അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് 3-4 സംഗതികളാണ് ഓർത്തിരിക്കുന്നത്. ഒന്ന്, നമ്മൾ വെൽ എക്യുപ്ഡ് ആണോ, നമുക്ക് ആവശ്യത്തിനുള്ള സാധനമുണ്ടോ. ഒരു വീല് ചേഞ്ച് ചെയ്യാനാണെങ്കിലും, അല്ലെങ്കിൽ ഒരു അകത്ത് പെട്ടു നമുക്ക് പുറത്ത് വരാൻ പറ്റുന്നില്ല ഒരു കാറിനകത്ത്, നമുക്ക് ഇടിച്ച് അത് വെളിയിൽ വരാൻ എന്തെങ്കിലും സംഗതികളുണ്ടോ. ഇങ്ങനൊരു സിറ്റുവേഷൻ നമ്മളൊരു റിഹേഴ്സൽ ചെയ്തിട്ടുണ്ടോ. ഇല്ലെങ്കിൽ നമ്മൾ മെൻ്റലി പ്രിപ്പറേഷനാണ് ഏറ്റവും വലിയ സംഗതി. പിന്നെ പ്രധാനമായിട്ട് രാത്രിയിൽ ഒറ്റയ്ക്കൊക്കെ പോകുകയാണെങ്കിൽ സെക്യൂരിറ്റി, സേഫ്റ്റി, പ്രിപ്പയർഡ്നെസ് മനുഷ്യന് വേണം, പ്രത്യേകിച്ചും സ്ത്രീകൾക്ക്. ഈ സംഗതികൾ നമ്മൾ മെയിനായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യമാണ്. അതായത് ഒരു എക്യുപ്ഡ് ആകുക എന്ന് പറഞ്ഞാൽ, ഒരു കാറിൽ പോവുകയാണെങ്കിൽ ടൂൾസ് വേണം. നിങ്ങളൊരു ബോട്ടിൽ പോവുകയാണെങ്കിൽ ലൈഫ് ബോയ് ഉണ്ടോ. ചിലപ്പോൾ അവർ പറയും ലൈഫ് വേണം. നമ്മളൊന്നും കൊല്ലത്ത് എല്ലാവരും ബോട്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ
നമ്മൾ പോകുമ്പോൾ നമ്മൾ ചോദിക്കുക അവിടെ നിങ്ങളുടെ കയ്യിൽ കയറുണ്ടോ, നിങ്ങളുടെ കയ്യിൽ ലൈഫ് ബോയ് ഉണ്ടോ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ടയർ ട്യൂബ് ഉണ്ടോ നമുക്ക് പൊങ്ങിക്കിടക്കാൻ പറ്റുന്ന, അത് നമ്മളെപ്പോഴും കരുതിയിരിക്കണം. ഇത് എഗെയിൻ ഞാൻ അറിയുന്ന പല വെള്ളത്തിൻ്റെ ആക്സിഡൻറ്റിലും കേട്ടിട്ടുള്ളത്, കുട്ടികൾ പോയി അവർ വീട്ടിൽ പറയാതെ പോവും. ഒന്നാമത് അവിടെ ചില അല്ലെങ്കിൽ പെൺകുട്ടികളാണെങ്കിലും ചേർന്ന് പോവും. അവരവിടെ പോകുമ്പം ഒരിക്കലും ഒരു കയറോ ഒരു റബ്ബർ ട്യൂബോ കയ്യിൽ കൊണ്ടുപോകത്തില്ല. അവർ വിചാരിക്കുന്നില്ല ഇങ്ങനൊരു സംഭവം ഉണ്ടാവും. മിക്കവാറും മരിക്കുന്ന പലരും തന്നെ നീന്തൽ അറിയുന്നവരുമാണ്. ഇതിൻ്റെ പ്രധാന കാര്യം നമ്മൾ മെൻ്റലി പ്രിപ്പയർഡ് അല്ല, ഫിസിക്കലി പ്രിപ്പയർഡ് അല്ല. എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നാൽ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളൊരു തയ്യാറെടുപ്പും നമുക്കില്ല. അല്ലെങ്കിൽ നമുക്കൊരു എൻ്റെ റിഹേഴ്സലില്ല. മെൻ്റൽ റിഹേഴ്സൽ ചെയ്താലും മതി. അതെങ്കിലും ചെയ്തിരുന്നാൽ നമ്മൾ എപ്പോഴായാലും രക്ഷപ്പെടും. അങ്ങനെ ഉള്ളൊരു പ്രശ്നമല്ല ഒരു സ്റ്റിൽ വാട്ടറിൽ വെള്ളത്തിൽ വീഴുക എന്നുള്ളത്. ഇല്ലെങ്കിൽ ഒരു കാട്ടിൽ ഇപ്പം ഉദുമൽപേട്ട് പോലെയുള്ള സ്ഥലത്ത് നമ്മൾ ബാംഗ്ലൂരിൻ്റെ കാറിൽ പോവുക, പെട്ടുപോയി രാത്രിയിൽ പുലിയോ അല്ലെങ്കിൽ ആനയോ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. നമ്മളെങ്ങനെ രക്ഷപ്പെടണം അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഓരോ സിറ്റുവേഷനിൽ നമ്മൾ ചിന്തിക്കണം. സാധാരണ സ്ത്രീകൾ അതിന് ഭർത്താക്കന്മാർ ഓടിക്കുന്ന ഭർത്താക്കന്മാരാണെങ്കിൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിരുന്നാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില ബെയർ മിനിമം സംഗതികളുണ്ട്. വെൽ എക്യുപ്ഡ് ആകുക എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കാറിൽ എപ്പോഴും ഒരു ഫ്ലാഷ് ലൈറ്റ് വേണം, അതായത് ഒരു ടോർച്ച് വേണം, ഇല്ലെങ്കിൽ ഒരു മാച്ച് ബോക്സ് വേണം, ഒരു കത്തി വേണം, ഒരു വേറെ സേവിങ്ങിനുള്ള എന്തെങ്കിലും, അതായത് ഇപ്പം മാർക്കറ്റിലൊക്കെ കിട്ടും, നമ്മൾ ആമസോണിലൊക്കെ കിട്ടും വടി. സ്ത്രീകൾ ഒറ്റയ്ക്കാണെങ്കിൽ അടിക്കാനുള്ള ഒരു വടി, അത് നീളം കൂട്ടാവുന്നതൊക്കെ ആയിട്ടുള്ള വടികൾ കിട്ടും, അത് മേടിച്ച് വെക്കുക. പിന്നെ ഞാൻ ഇപ്പോൾ ഓർക്കുന്നു, ദർ വാസ് ഒരു ബുക്ക് ഉണ്ടായിരുന്നു, ദർ ഇസ് നോ ഗുഡ് ടുമാറോ, അതായത് അല്ലെങ്കിൽ എന്തോ നോ ഈസി ഡേ എന്ന് പറയുന്ന മാർക്ക് ഓവൻ എന്ന് പറയുന്ന ഒരു നേവി സീലിൻ്റെ ഒരു ബുക്കുണ്ട്. അദ്ദേഹം അന്ന് പേര് മാറ്റിയാണെന്ന് എഴുതിയത്. കാരണം ഒസാമ ബിൻ ലാഡനെ വകവരുത്തിയ ആ ഓപ്പറേഷൻ നെപ്റ്റ്യൂൺ സ്പിയർ എന്ന് പറയുന്ന ഓപ്പറേഷനിൽ അയാൾ ആ ഓപ്പറേഷൻ ഫുള്ള് നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ക്രിട്ടിക്കൽ മൊമെൻറ്റിൽ പുള്ളിക്കൊരു അയൺ ഡോറ് ഇടിച്ചകത്ത് കയറണമായിരുന്നു. ഒസാമ ബിൻ ലാഡനും വൈഫും താമസിച്ചിരുന്ന ആ റൂമിൽ കയറുന്ന മറ്റുമാണ് പുള്ളി. ഞാൻ ഈ സംഭവമാണ് ഇതിനകത്ത് ഓർക്കുന്നത്. കാരണം നേവി സീൽസിന് അവരൊരു ഓപ്പറേഷന് പോകുമ്പം അവർക്ക് ചോയ്സ് ഉണ്ട്, നിങ്ങൾക്ക് എന്തൊക്കെ വെപ്പൺ എടുത്തുകൊണ്ട് പോകണം. അല്ലാതെ സപ്ലൈ ചെയ്യുന്ന ഇൻവെൻട്രി അല്ല അവർ ക്യാരി ചെയ്യുന്നത്. അവർ പോകുമ്പോൾ അവരെടുക്ക ബ്രീഫിങ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ചൂസ് ചെയ്യും. അവരൊരു ആർമറിയിലേക്ക് കയറിയിട്ട് അവർ പറയും എനിക്ക് ഇന്നത് വേണം. ഇപ്പം മഗ്രോവിൻ്റെ ഹാൻഡ് പിസ്റ്റൽ വേണം, അല്ലെങ്കിൽ ബ്രെട്ടയുടെ വേണം, അല്ലെങ്കിൽ സ്മിത്ത് ആൻഡ് വെസൺ വേണം, അല്ലെങ്കിൽ എൻഫീൽഡ്. അതെന്താണെന്നുള്ള അവരത് പഠിച്ചിട്ടുണ്ട്. അവർക്കറിയാം എനിക്കിതാ ഓപ്പറേറ്റ് ചെയ്യാൻ എളുപ്പം. ഇല്ലെങ്കിൽ ചിലർക്ക് ചിരപരിചയം കൊണ്ട് അത് മാത്രം എടുക്കുന്നവരുണ്ട്. ഇദ്ദേഹം അന്ന് ഓപ്പറേഷൻ നെപ്റ്റ്യൂൺ സ്പിയറിൽ അന്ന് ഈ മാർക്ക് ഓവൻ എന്ന സ്യൂഡോ നെയിം വെച്ച ആ സോൾജിയർ ഒരു ടിപ്പിക്കൽ സിറ്റുവേഷൻ ഫേസ് ചെയ്തു. പുള്ളിയുടെ കിറ്റിൽ പുള്ളിക്കൊരു ആക്സ് ഉണ്ടായിരുന്നു. നമ്മൾ സാധാരണ ഈ ഫയർ എക്സ്റ്റിങ്ക്വിഷറിൻ്റെയൊക്കെ അവിടെ വെക്കുന്ന ഒരു കോടാലി, കൊച്ചു ഹാൻഡിലുള്ള ടിപ്പിക്കൽ ഒരു യൂറോപ്യൻ കോടാലി. പുള്ളി അതുകൊണ്ടാണ് പോയത്. പക്ഷേ പുള്ളിക്ക് ആ ആക്സ് വെച്ചിട്ട് ആ ഇരുമ്പ് ഡോറും തകർത്ത് പുള്ളിക്ക് അകത്ത് കയറാൻ പറ്റിയില്ല. പുള്ളി അന്നേരം പിന്നെ കുറേ വെടിയൊക്കെ വെച്ചിട്ട് എങ്ങനെയോ പുള്ളി അകത്ത് കയറി. പക്ഷെ പുള്ളി തിരിച്ചു വന്നിട്ട് പറഞ്ഞത്, ഞാൻ ആക്സിന് പകരം അന്ന് സ്ലെഡ്ജ് ആർമറായിരുന്നു എൻ്റെ കിറ്റിനകത്ത് കൊണ്ടുപോകേണ്ടിയിരുന്നത്. ആ ഒരൊറ്റ വ്യത്യാസം കൊണ്ട് പുള്ളിക്ക് ഭയങ്കര ഒരു പ്രതിസന്ധി നേരിട്ടു. ഓപ്പറേഷൻ നെപ്റ്റ്യൂണിൻ്റെ കഥ അറിയാം. അവരൊരു ക്രിട്ടിക്കലായിട്ടുള്ളൊരു ഹെലികോപ്റ്റർ ഉപേക്ഷിച്ചിട്ട് അമേരിക്കൻ നേവി സീൽസിന് പോകേണ്ടി വന്നു. അതൊരു നഷ്ടമായിരുന്നു. കാരണം ചൈനക്കാരത് റിക്കവർ ചെയ്യുകയും പിന്നെ അത് റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്യുകയൊക്കെ ചെയ്തു. പക്ഷേ ഒസാമ ബിൻ ലാദനെ വധിക്കുകയും ആർക്കും കൊടുക്കാതെ ജഡം അവർ സീയിൽ ബറി ചെയ്യുകയും ചെയ്തായിരുന്നു. അപ്പോൾ ആ സംഭവത്തിൽ അവരുടെ ടൂള് സെലക്ട് ചെയ്യുന്നതിനുള്ള ക്രിട്ടിക്കാലിറ്റിയാണ് നമുക്ക് മനസ്സിലാകേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു വണ്ടിയിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫ്ലാഷ് ലൈറ്റ്, മാച്ച് ബോക്സ്, നൈഫ്, സെക്യൂരിറ്റി എക്യുപ്മെൻറ്റ്, പിന്നെ ടൂൾ ബോക്സ്, അത് നമ്മൾ എപ്പോഴും ഉണ്ടായിരിക്കണം. അത് എപ്പോഴും നമ്മൾ റിവ്യൂ ചെയ്യുകയും ചെയ്യണം. അതായത് ഇപ്പം നിങ്ങളുടെ വീടിൻ്റെ മുന്നിൽ ഒരു പുതിയ ഭിത്തി വന്നു, അല്ലെങ്കിൽ റോഡ് മാറ്റിപ്പണിതു, പുതിയ വീതിയുള്ള റോഡ് വന്നു. അപ്പം നിങ്ങൾ ചിന്തിക്കണം, ഇന്നടത്തെ മാറ്റഡോർ അല്ലെങ്കിൽ ഒരു ടെപ്പോ ട്രാവലർ ആംബുലൻസ് എൻ്റെ വീട്ടിൽ വരാൻ പറ്റുമോ? ഓടിച്ചു നോക്കണം. നിങ്ങൾ തന്നെ നിങ്ങളുടെ കാർ ഓടിച്ചു നോക്കണം, നിങ്ങൾക്ക് അവിടുന്ന് പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകാൻ പറ്റുമോ എന്ന്. എല്ലാ സംഗതിയും പീരിയോഡിക്കലായിട്ട് എമർജൻസി സിറ്റുവേഷൻ നമ്മൾ റിവ്യൂ ചെയ്യുക എന്ന് പറയും. അതായത് രണ്ടാമതൊന്ന് ഇത് ചെയ്യുകയും പിന്നെ റിഹേഴ്സ് ചെയ്യുകയും ചെയ്യണം. അങ്ങനെ ചെയ്യേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. പിന്നെ വീട്ടിനകത്താണെങ്കിൽ എമർജൻസി ഫസ്റ്റ് എയ്ഡ് കിറ്റ് എപ്പോഴും നമ്മൾ കൈകാര്യം ചെയ്തിരിക്കണം.
സേഫ്റ്റി സെക്യൂരിറ്റി. ഇപ്പം നമുക്ക് എല്ലാവർക്കും തോക്ക് വെക്കാൻ പറ്റില്ല, തോക്ക് നമുക്ക് സാധ്യമായ കാര്യവുമല്ല. പക്ഷെ ഒരു വടി, ഒരു പാമ്പ് കയറി വന്നാൽ തല്ലിക്കൊല്ലാനുള്ള ഒരു വടി, പിന്നെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി നമുക്ക് പെട്ടെന്ന് ഒരു ലാഡർ വീട്ടിൽ വെച്ചേക്കണം. അതുപോലെ എസെൻഷ്യൽ ഡോക്യുമെൻസും കാര്യങ്ങളും ഒരു ബാഗിൽ വെച്ചേക്കണം. ഇപ്പം ഈ ഭൂകമ്പം ഉണ്ടാകുന്നുണ്ട് പലയിടത്തും. ഞാൻ ഡൽഹിയിലുണ്ടായിരുന്നപ്പോൾ ഒരു ഭൂചലനം ഉണ്ടായി. ഭുജിൻ്റെ കഥ വളരെ ഫ്രഷായിട്ട് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. ഭുജിലും വളരെ വലിയൊരു ഭൂകമ്പമാണ് ഉണ്ടായത്. ഈ മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങുകൾ, അതായത് 4 നിലയോ അതിനു മുകളിലോ ഉള്ള ബിൽഡിങ്ങിൽ നമ്മുടെ ആധാരം അല്ലെങ്കിൽ നമ്മുടെ ആധാർ അങ്ങനെയുള്ള ഡോക്യുമെൻറ്റ്സ് ഒരു ബാസ്ക്കറ്റിലാക്കി എപ്പോഴും വെച്ചിരിക്കണം. എന്നിട്ട് കഴിയുന്നത് 3 നിലയോ 4 നില ആണെങ്കിൽ ഒരു റോപ്പ് ലാഡർ വേണം. ഇപ്പം നമ്മൾ ചോദിക്കുന്നത് എൻ്റെ അമ്മൂമ്മയ്ക്ക് റോപ്പ് ലാഡറിൽ നിന്ന് ഇറങ്ങാൻ പറ്റുമോ? പറ്റത്തില്ലായിരിക്കും. അമ്മൂമ്മയെ അത്യാവശ്യമാണോ ഉപേക്ഷിക്കേണ്ടി ഉപേക്ഷിച്ചിട്ട് പോകണം. പക്ഷേ അമ്മൂമ്മയെ കൊണ്ടിറക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് അമ്മൂമ്മയെ കൊണ്ടിറക്കാം. അങ്ങനെ നമ്മുടെ ഡോക്യുമെൻറ്റും അത്രയും സാധനം അല്ലെങ്കിൽ സ്വർണവുമായിട്ട് നമുക്ക് വെളിയിലിറങ്ങി നിൽക്കാവുന്ന ഒരു കണ്ടീഷനായി. ഇപ്പം 15 നില നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. പക്ഷേ 15 നിലയിൽ എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളതിനെക്കുറിച്ച് ചില വീഡിയോസൊക്കെ ഉണ്ട്, ഇതിനെക്കുറിച്ചുണ്ട്. അതായത് സ്റ്റെയർ കേസ് പലപ്പോഴും ഇടിഞ്ഞ് താഴും. അങ്ങനെ ഇടിഞ്ഞ് താഴ്ന്നു കഴിഞ്ഞാൽ പിന്നെ സ്റ്റെയർ കേസ് കൂടെ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എങ്ങനെ ഇറങ്ങണം, ഏറ്റവും സേഫായിട്ടുള്ള ഒരു നിലയിലേക്ക് താഴോട്ട് ഇറങ്ങിയിട്ട് അങ്ങനെ ഇറങ്ങി വരിക, അങ്ങനെ പല രീതിയിലുള്ള. പിന്നെ കോളംസിൻ്റെ അടുക്ക പോയി നിൽക്കുക, മേശയുടെ അടിയിൽ കയറിയിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ചില എമർജൻസി ഹാൻഡിൽ ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ എന്തായാലും വീടിനകത്തും ഒരു എമർജൻസി പ്രിപ്പയർഡ്നെസ് വേണം. വേണമെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതി വെക്കാം. ഒരു കേസിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകണം. അത് എല്ലാവരും അറിഞ്ഞിരിക്കുകയും വേണം. അതായത് അച്ഛനും അമ്മയ്ക്കും മകൾക്കും അത് അറിഞ്ഞിരിക്കണം. എന്തൊക്കെ സാധനം എടുത്തുകൊണ്ടാണ് ഓടേണ്ടത്, അതെവിടെയാണ് ഇരിക്കേണ്ടത്, എങ്ങോട്ടാണ് ഓടേണ്ടത്, ഇത്രയും കാര്യങ്ങൾ വേറെ മിനിമം. ഇതിപ്പം എല്ലാത്തിനും SOP ഒരു പ്രൊസീജിയേഴ്സ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ പറ്റില്ല. അതിന് ഞാൻ സാധാരണ പറയുന്ന ഒരു ഇതുണ്ട്. അതായത് ഒരു പുസ്തകമുണ്ട്, കഴിഞ്ഞ നൂറ്റാണ്ടിലെ പ്രധാനപ്പെട്ട 100 പുസ്തകങ്ങളിൽ ഒരു പുസ്തകം, അതായത് സെൻ ആൻഡ് ദ മോട്ടോർ സൈക്കിൾ മെയിൻ്റനൻസ് സ്റ്റോറി. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു സംഗതിയെ കാണുമ്പോൾ അത് കണ്ട് നമ്മളതിനെ നോക്കുക, പഠിക്കുക, അനലൈസ് ചെയ്യുക. അന്നേരം നമുക്കൊരു പ്രൊസീജിയർ തന്നെത്താനെ മനസ്സിൽ വരും. അത് വെച്ചിട്ട് നമ്മൾ നമ്മുടെ ഒരു ഷോർട്ട് പ്രൊസീജിയേഴ്സ് എഴുതി ഉണ്ടാക്കണം. അങ്ങനെ എഴുതി ഉണ്ടാക്കി നമ്മൾ തയ്യാറായിരുന്നാൽ ഇന്ന് കണ്ടുവരുന്ന പല ആപത്തുകളും നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഇപ്പം നമുക്ക് 2018 പ്രളയത്തിന് ശേഷം പലരും മെൻ്റലി പ്രിപ്പയർഡാണ് എന്ത് ചെയ്യണമെന്നുള്ളത്. പല ഭിത്തികളും അടിയിൽ ഫ്ലോ ത്രൂ ഇല്ലാത്തത് കൊണ്ട് വെള്ളം പൊങ്ങി അപകടമുണ്ടായ ഭിത്തികൾ മറിഞ്ഞ കേസുകളുണ്ട്. അപ്പം നമ്മളെങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ളത് പിന്നെ നമുക്ക് ഇത് ചെയ്യാം. എന്തായാലും മെൻ്റലി പ്രിപ്പയർഡ് ആകുക, മെൻ്റലി നമ്മൾ അത് റിഹേഴ്സ് ചെയ്യുക, ഒക്കുമെങ്കിൽ ഫിസിക്കലായിട്ട് റിഹേഴ്സ് ചെയ്യുക. ഓരോ 6 മാസം കൂടുമ്പോൾ നമ്മുടെ എമർജൻസി നമ്മൾ ഒന്ന് പുനഃപരിശോധിക്കുക. അങ്ങനെ ചെയ്ത് നമ്മളെപ്പോഴും മെൻ്റലി പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. ഇതാണ് എമർജൻസി ഹാൻഡ്ലിങ്ങിൽ എല്ലാവരും ചെയ്യുന്നത്. ഇത് മിലിറ്ററിയിൽ ഇതിലൂടെ ഒരു ഓർഡർലിയാണ്, അത് കൃത്യസമയങ്ങളിൽ ചെയ്യുകയും ചെയ്യും എന്നുള്ളത് കൊണ്ട് നമുക്ക് തോന്നുന്നു അവർ കൂടുതൽ പ്രിപ്പയർഡാണ്. പക്ഷേ നമുക്കും അതുപോലെ ആയി തീരാൻ കഴിയും. താങ്ക് യു.